Hey guys, it's me, MS Solutions and It's me, Zainul Abidin from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾ കാത്തിരുന്ന MS പ്രഡിക്ഷനാണ്. 12:45 സമയമായിട്ടുണ്ട്. ലൈവ് കഴിഞ്ഞിറങ്ങി ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ ഇരുന്ന് ഞങ്ങൾ ദാഹിച്ച് നിൽക്കുന്ന ഞങ്ങൾ കുറച്ച് വെള്ളം മാത്രം കുടിച്ച് സ്ലൈഡുകളൊക്കെ ഒന്നും കൂടി ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തത്. സോ പ്രഡിക്ഷൻ എന്ന കമൻറ്റുകൾ മാത്രം വരുന്ന കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഒരല്പം ആശ്വാസകരമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ നിങ്ങൾക്ക് A+ കിട്ടൂല. A+ കിട്ടണോ 3 കാര്യം ചെയ്യണം. 1, നിങ്ങൾ നമ്മുടെ MS സൊല്യൂഷൻസിൻ്റെ SSLC വാട്സപ്പ് ചാനലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ഫോളോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, അതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ, ഈവൻ ബ്രേക്കിംഗ് ന്യൂസുകൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ, ലൈവിൻ്റെ നോട്ട്സ് എല്ലാം ഫസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുക വാട്സപ്പ് ചാനലിലേക്കാണ്. കാര്യം അത് ഓൾറെഡി 50,000 ഫോളോവേഴ്സ് ഓൾറെഡി SSLC വാട്സപ്പ് ചാനലുണ്ട്. 50K ഫോളോവേഴ്സ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി എന്താ പറയുക, ഈ ഇൻഡിവിജ്വലൊക്കെ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഈ 2 നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. 2ാമത്തെ കാര്യം, മോർണിംഗിൽ നിങ്ങൾക്ക് ഹോർലിക്സ് റിവിഷൻ മാത്സ് ഉണ്ട്. അതുപോലെ തന്നെ നാളെ രാത്രി 7:20 PM നമ്മുടെ സ്വന്തം ഫഹദ് സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ഒരു ലൈവിൻ്റെയും ഹോർലിക്സിൻ്റെയും 2ൻ്റെയും ലൈവ് ഒന്ന് നിങ്ങൾ നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ബട്ടൺ അടിക്കുക, വേറൊന്നും ചെയ്യണ്ട. 2 കാര്യം. 3ാമത്തെ കാര്യം ഒന്നുമില്ല, നമ്മുടെ MS സൊല്യൂഷൻസിൻ്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഈ 3 ഇൻസ്റ്റ ഇല്ലാത്തവരുണ്ടാവും, പിന്നെ ഓല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിടുക. കാരണം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും, ഉറപ്പാണ്. മാത്സിന്റെ സാറാ പറയുന്നത് ഇൻഷാ അല്ലാഹ് കിട്ടട്ടെ. ഓക്കെ, സെറ്റ്. സോ പ്രഡിക്ഷൻസിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ തന്നെ പറയുന്നുണ്ടാവും, പാസ്റ്റ് അടിക്കാൻ സുഖമാണല്ലേ, ലൈവ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സോ നമ്മളിതാ മാത്സിന്റെ പ്രഡിക്ഷൻസിലേക്ക് കടക്കുന്നു. കൃത്യമായിട്ട് ഫോളോ ചെയ്യട്ടോ. യെസ്, 1ാമത്തെ നോക്കൂ. ആദ്യത്തെ എക്സാം ആണ്, ഫസ്റ്റ് പ്രഡിക്ഷൻ ആണ്. തുടങ്ങിയാണ് ഐശ്വര്യമായിട്ടുള്ള എക്സാം ആണ്. അപ്പൊ മാത്സിൽ ഈ പ്രഡിക്ഷൻ കാണുന്നതോടെ എന്താണ്, എത്ര മാർക്ക് സാർ പറയാം? 60 മാർക്ക് ഉറപ്പാ. ഇത് 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. 60ന്റെ താഴോട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇംഗ്ലീഷ് തൊട്ട് നിങ്ങളുടെ കാണണ്ട. യെസ്, 60ന്റെ മേലോട്ട് നമ്മളെ പ്രഡിക്ഷൻ വീഡിയോയിൽ നിന്ന് മാത്രമോ പക്കാഷൂർ ക്വസ്റ്റ്യൻസ് എന്നോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് കയറി വന്നോളാണ്ടി അപ്രീസിയേഷൻ തൊട്ട് നരേഷൻ റൈറ്റപ്പ് എല്ലാ സാധനങ്ങളും സെറ്റാക്കി തരും. അതേപോലെ പറഞ്ഞു തരും. അത്രേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 5, 6, 7, 8 നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രിയിലെ 2 റേഷ്യോ വെച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. 30, 60, 90 ആണെങ്കിൽ 1:3:2, 45, 90 ആണെങ്കിൽ 1:1:2 ആണ്. അപ്പൊ ഇത് 2 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഇതേപോലെ എന്താണ് 30, 60, 90 വെച്ചുള്ള ട്രയാങ്കിള്, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 45, 90 വെച്ചുള്ള ട്രയാങ്കിൾ, ഇങ്ങനെ അല്ലെങ്കിൽ ഇത് 2 കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ. ഇങ്ങനെ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നാളെ ചോദിച്ചിരിക്കും. നാളെ SSLC ക്രിസ്മസ് എക്സാം 2024 1:1:2, 1:3:2 ഉപയോഗിച്ചിട്ടുള്ള ട്രയാങ്കിള് സെപ്പറേറ്റ് ആയിട്ടോ മിക്സ് ചെയ്തോ ചോദിക്കാനുള്ള സാധ്യത ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ദെൻ 2ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സൈനിന്റെ വാല്യൂ തന്നിട്ട് അതിനെന്താണ് ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് എടുത്ത് എന്നുള്ളത്. SSLC ക്രിസ്മസ് എക്സാം 2024 തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിച്ചിരിക്കും. ഇതുപോലൊരു പിക്ചർ തന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും സാർ. ആ പിക്ചറിൽ എന്താ ഇവിടെ സൈൻ C 4/5 എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് AB ലെങ്ത് കാണാം, കോസ് C കാണും എന്നൊക്കെ പറഞ്ഞ പോലെ സൈൻ C ആവണമെന്നില്ല, ടാൻ ആവാം, കോസ് ആവാം, എന്ത് ചോദിക്കാം. എന്നിട്ട് പിക്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉറപ്പാണ്. എന്നിട്ട് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ എന്തൊക്കെ ചോദിക്കാൻ പലർക്ക് സാധ്യത ഉണ്ട്, അതൊക്കെ ചോദിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം പോവാൻ. നമ്മൾ മറ്റേ സാധനം നിങ്ങൾ കേട്ടല്ലേ, കേട്ടാ സാറുണ്ടാക്കിയ കോഡാണ്. ഏക സാഗ ഏസ.
ഇത് ഞാൻ ആദ്യം സാർ ഇങ്ങനെ എന്തോ ആപ്പിലേക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിത് കേട്ട് അപ്പൊ ഞാനിങ്ങനെ ബോർഡിൽ വന്ന് നോക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മറ്റേ തമനന്റെ പാട്ടയക്കുന്നു അതായത് എക്ക എന്ന് പറഞ്ഞാൽ എതിർവശം പോയി കാരണം സക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇത് നന്നായി എസ് എന്ന് പറഞ്ഞാല് എതിർവശം പോയി സമീപവശം സൈന് കാരണം ഈ ആംഗിളുകള് നിങ്ങൾ ട്രയാങ്കിളുമായിട്ട് ട്രയാങ്കിൾസിലൂടെയാണ് ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഈ ആംഗിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയുമോ എന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ ട്രയാങ്കിൾ തന്നിട്ട് സയൻസി ഒക്കെ തന്നിട്ട് ഇതുപോലെ കാണാനും ആംഗിൾ സമ്മ് കാണാനും ഒക്കെ ഉള്ളതൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് നിങ്ങളോട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പക്കാ ഷുവർ ആയിട്ട് എന്താണ് പബ്ലിക് എക്സാമിനായാലും മോഡൽ എക്സാമിനായാലും SSLC എക്സാം, എക്സ്മസ് എക്സാം, ക്രിസ്മസ് എക്സാം 2024 നാളത്തെ പരീക്ഷയിൽ, ക്രിസ്മസ് എക്സാം 2024 നാളത്തെ പരീക്ഷയിൽ കാണാൻ പോകുന്ന ഒരു 100% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷനും ഡിപ്രഷനും വെച്ചിട്ട് മേൽക്കോണും കീഴ്ക്കോണും വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. അപ്പൊ ഇവിടെ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കൂടി ഇതിന്റെ കൂടെ വെച്ചിട്ട് നോട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് ചെയ്യണം. പ്ലസ് എന്താണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും പറയാൻ പറ്റൂല. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ എന്താണ് നാളെ എന്തായാലും ക്രിസ്മസ് എക്സാമിൽ ചോദിച്ചിരിക്കും. ദെൻ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ് ലെങ്ത് ഓഫ് കോഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അതായത് ഞാണിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള 2R സൈൻ എന്ന് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള എന്താണ് അത് ആ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നാളത്തെ എക്സാമിന് എന്താണ് നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ അത് വെച്ചിട്ടുള്ള എന്താണ് ഒന്നുകിൽ റേഡിയസ് കാണാൻ ചോദിക്കാം, ഡയമീറ്റർ ആരോ വ്യാസോ, അല്ലെങ്കിൽ എന്താണ് ചാപത്തിന്റെ നീളം, ചാപല്ല ഞാണിന്റെ നീളം, ലെങ്ത് ഓഫ് കോഡ്, ഞാണിന്റെ നീളം. ഇനി കോർഡിനേറ്റ്സിലേക്ക് അടക്കുകയാണ്. എന്താണ് കോർഡിനേറ്റ്, സൂചക സംഖ്യകൾ. അപ്പൊ അതിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നാളത്തെ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ പണ്ടേ പറയുന്നത് അത് 6ാമത്തെ ചാപ്റ്റർ എന്നായിരിക്കും എന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എനിക്ക് 4 ക്വസ്റ്റ്യനാണ് 2 മാർക്കിൽ ഉണ്ടാവുക. എന്ത് അതിൽ 3 അറ്റൻഡ് ചെയ്യണം. സോ ആദ്യത്തെ 4 ചോദ്യങ്ങളിൽ 3 എണ്ണങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ചോദ്യം ഇതുപോലെ കോർഡിനേറ്റ്സ് തന്നുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ നാളത്തെ SSLC ക്രിസ്മസ് എക്സാം 2024 ഉറപ്പിച്ചോളി മക്കളെ, ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരിക്കും. ഇതല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും അതുണ്ടാവും. ഇതല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് ഇത് എക്സ് ആക്സിലെ പോയിന്റ് ഏതെന്നാ ചോദിക്കണേ. നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. അവിടെ റൗണ്ട് ചെയ്ത് വെച്ചിക്കണേ. വൈ ആക്സിലെ പോയിന്റ് പറയും. അല്ല എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. Which among the following coordinates is a point on the x axis? അത് 30. അപ്പൊ y ആക്സിസിലാണെങ്കിൽ അറിയാലേ. തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കട്ടോ. പിന്നെ ഇവിടെ എന്താണ് പാരലൽ ആയിട്ട് ചോദിക്കുന്ന കൺസെപ്റ്റ് ആണ്. സമാന്തരമായി വരുമ്പോ എന്താണ് എക്സ് ആക്സിന് സമാന്തരാണെങ്കിൽ y കോർഡിനേറ്റ് സെയിം, y ആക്സിന് സമാന്തരാണെങ്കിൽ x കോർഡിനേറ്റ് സെയിം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 2 മാർക്കിന് 4 ക്വസ്റ്റ്യൻ, ഒന്ന് 5ാമത്തെ ചാപ്റ്റർ, ഒന്ന് 6ാമത്തെ ചാപ്റ്റർ, ഒന്ന് 7ാമത്തെ ചാപ്റ്റർ, ഒന്ന് 8ാമത്തെ ചാപ്റ്റർ. അങ്ങനെ തന്നെ സമ്മതിച്ചിരിക്കുന്നു. നമ്മളെ SSLC റിയാക്ടിവിറ്റി സീരീസ് പോലെയാണ്. അത് അറിയാത്ത ആരുമില്ല. അതുപോലെ തന്നെ ഈ എക്സ് ആക്സിലെ പോയിന്റും വൈ ആക്സിലെ പോയിന്റും ഒന്നും അറിയാത്ത കുട്ടികൾ വളരെ ചുരുക്കമാണ്. യെസ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഒരു പിക്ചർ കൊടുത്തിട്ട് എന്തായിരിക്കും കണ്ടുപിടിക്കാനായിരിക്കും. മൊത്തത്തിൽ പ്രോബ്ലം ആണല്ലേ. ഓക്കെ, അതുപോലെ ഇനിതാ പക്കാ ഷുവറായിട്ട് SSLC ക്രിസ്മസ് എക്സാം. സാറേ ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ക്രിസ്മസ് എന്ന് എഴുതുമ്പോഴേ അതിലൊരു MOS ഇല്ലേ? യോ മോനെ എന്താ ചെയ്യാ. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുന്നവര് ഇയാളെടുത്തൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ വിചാരിക്കണ്ടാവല്ലേ. ഇല്ലടോ, എപ്പോഴും പാടത്തൊരു കോലം നിർബന്ധം. നിങ്ങൾക്ക് കണ്ണു തട്ടാണ്ടിരിക്കാനാ ഞാൻ ഇവിടെ വന്നത്. ആയിക്കോട്ടെ, പഠിച്ച തമ്പുരാനെ നമ്മൾ ഈ റെഡില്ല അത് നോക്കിയിട്ട് കാര്യമില്ല. ഇത്തക്കുനാ വെച്ച കൊല്ലും. അതായത് ബാക്കി പറയണ്ട. സോ നാളെ മക്കളെ SSLC ക്രിസ്മസ് എക്സാം 2024 ഉറപ്പിച്ചോളി. കോർഡിനേറ്റ്സ് ഇതുപോലെ കാണുന്ന രീതിയിലും ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കുന്ന രീതിയിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. യെസ്.
അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇവിടെ രണ്ടും തരും, ഈ രണ്ട് സൈഡിൽ തരും. അതെ. എന്നിട്ട് മറ്റേ രണ്ടും കണ്ടുപിടിക്കുക എന്നുള്ളത്. അതെ, അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യണം. നാളെയും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഇത് നേരാണെങ്കിൽ y ആക്സിസ് സെയിം ആയിരിക്കും, മേലോട്ടാണെങ്കിൽ x ആക്സിസ് സെയിം ആയിരിക്കും. നോട്ട് എ മാറ്റർ അല്ലേ? അതല്ലേ ഇതാ ഇവിടെ 4, 3 അപ്പൊ ഇവിടെ 4 വരും. ഞാൻ നാളെ മാത്സ് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടട്ടെ. ട്രയാങ്കിളിന്റെ എന്താണ് 3 കോർഡിനേറ്റ്സ് അല്ല, നിങ്ങൾ അതിന്റെ ലെങ്ത്തുകൾ കണ്ടുപിടിക്കാം. ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത് ഇല്ലല്ലോ. 3 കോർഡിനേറ്റ്സ് തന്നിട്ട് ലെങ്ത്തുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്? അപ്പൊ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ തീർച്ചയായും സാർ. അവിടെ എഴുതി വെച്ചിട്ടില്ലേ, നാളെ SSLC ക്രിസ്മസ് എക്സാം 2024 3 ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ട് ആ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ഉറപ്പിച്ചോളി മക്കളെ, ഉറപ്പിച്ചോളി. 3 ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് അല്ല, ട്രയാങ്കിളിന്റെ 3 കോർഡിനേറ്റ്സ് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ്. പിന്നെ അതിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് സർക്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആക്കിയിട്ട് വരയ്ക്കാം, അല്ലാതെ വരയ്ക്കാം, എന്നിട്ട് ആരം കണ്ടുപിടിക്കുക എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ സർക്കിളിലെ ബിന്ദു ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ബിന്ദു പോയിന്റ് ആണോ ഉള്ളത് നമ്മളെ ട്യൂഷന്റെ മക്കളെ കാണണമെങ്കിൽ ഇയാള് അപ്പൊ കാര്യം റേഡിയസ് എന്ന് പറയുമ്പോൾ ഒരു 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാൻ ചെയ്യും. റൂട്ട് ഓഫ് x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. എൻട്രൻസിനൊക്കെ ഭയങ്കര ടോപ്പ് സാധനം. ഇനി ഇതാ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റേതെന്താണ്, തീർച്ചയായും നിങ്ങൾ പറഞ്ഞു വെരി വെരി ഇമ്പോർട്ടന്റ്. SSLC ക്രിസ്മസ് എക്സാം 2024 ഉറപ്പിച്ചോളി മക്കളെ, ഒരു സ്ക്വയർ വരയ്ക്കാനും അതിന്റെ അതർ 2 വേർട്ടീസസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. സ്ക്വയർ വരയ്ക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഇതുണ്ടല്ലോ, മാർക്ക് ദ പോയിന്റ്സ്. നമ്മൾ മുമ്പ് ഗ്രാഫ് വരച്ചില്ലേ, ചിലപ്പോ നാളെ ഗ്രാഫ് ഒക്കെ വരാനുള്ള സാധ്യത കാണും. കളി അന്ന് ഗ്രാഫ് വിവാദമായത് ഓർമ്മല്ലേ? അപ്പൊ ഗ്രാഫ് വെച്ചിട്ട് വരയ്ക്കാൻ എങ്ങനെയാന്നൊക്കെ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗ്രാഫ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, x ആക്സും y ആക്സും വൃത്തിക്ക് വരച്ചിട്ട് ഒരു പിക്ചർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇവിടെ സ്ക്വയറിന് കൊടുത്തു, വേറെന്തോ ആവാം. കെമിസ്ട്രിയിൽ ഗാൽവാനിക്സിൽ വരയ്ക്കും പോലെ. അടുത്തത് നമ്മൾ ടാൻജൻസിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും മക്കളെ ഉറപ്പിച്ചോളി, ടാൻജൻസ് തൊടുവരകളിൽ നിങ്ങൾക്ക് 3 ഡ്രോ ചെയ്യാറുണ്ട്. ആ 3 ഇതാ ഒരു ചോദ്യം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ആയതുകൊണ്ടാണ് ഒരു സർക്കിൾ വരയ്ക്കുന്നു, ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഡിസ്റ്റൻസിൽ പോയിന്റ് വർക്ക് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇവിടെ വേറെ സർക്കിൾ വെച്ചിട്ട് ഇങ്ങനെ വരക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഇത് ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, ഇത് SSLCയുടെ മോഡല് പബ്ലിക് എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ടോ. SSLCക്ക് ഇവർക്ക് 6 പഠിക്കാനുണ്ട്, അതിൽ 3 എന്തായാലും വരും. അത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യില്ല, അതിൽ 100% ഉറപ്പാണ്. SSLC മെയിൻ എക്സാം ചോർത്താൻ പറ്റാത്ത പേപ്പർ എന്നറിയപ്പെടുന്ന SSLC ക്രിസ്മസ് എക്സാമിൽ 3 വരയ്ക്കാനുള്ളതിൽ വരും. 6 വരയ്ക്കാൻ പഠിക്കാനുണ്ട്. 3 ഓണപരീക്ഷന്റെ പോർഷൻസിലും 3 ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസിലും കിടക്കുന്നതാണ്. ഇത് രണ്ടും കൂടി കൂട്ടി 6 നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഉണ്ടാവുക. ഒന്ന് നമ്മുടെ ചാപ്റ്റർ ഏതെന്ന് സാറേ, നമ്മളെ സർക്കിൾസും 2 ടാൻജൻസും. സോ ഇതിൽ 6 നിന്ന് 3 അത് കഴിഞ്ഞ മെയിൻ എക്സാമിന് പ്രൊഡിക്റ്റ് ചെയ്ത ഈ 3 പ്രൊഡിക്റ്റ് ചെയ്ത ഒറ്റ യൂട്യൂബ് ചാനലാണ് MS Solutions. Yes. Then next. Then angle കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താണ്? തീർച്ചയായിട്ടും വരും. മറ്റേ ഇരട്ടി എടുക്കുന്ന പരിപാടിയല്ല. SSLC ക്രിസ്മസ് എക്സാം 2024 നാളത്തെ നടക്കുന്ന മാത്സ് പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യനിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താ, ആംഗിൾ കണ്ടുപിടിക്കാനുള്ള കേട്ടോ. അതായത് ഇവിടെ കോഡ് ഉണ്ട്, ഇവിടെ ടാൻജന്റ് ഉണ്ട്, ഇവിടെ വരുന്ന ആംഗിൾ ഈ ആംഗിൾ സെയിം ആയിരിക്കും. ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് തരും, എന്നിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഫണ്ണി. ഇനി ഇതിന്റെ കൂടെ എന്താണ്, ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇവിടെയൊക്കെ ചിത്രങ്ങൾ വരം കുറിയൊക്കെ കൂടും, എന്നിട്ട് ഇവിടെയൊക്കെ ആംഗിൾ വരും. ഇതൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും. വിഷയമല്ലോ, കോണായതുകൊണ്ട് പ്രശ്നമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. SSLC ക്രിസ്മസ് എക്സാമിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്കടക്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. PA × PB = PQ². ഇത് വെച്ചിട്ട്
ലെങ്ത് ഓഫ് ടാൻജന്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ. അവിടെ എന്താണ് പി എ പി ക്യു 3 ഉണ്ട്, ഇതിൽ ഏതെങ്കിലും 2 തരും, മറ്റേത് 2 കണ്ടുപിടിക്കാനുള്ളതായിരിക്കും. പിന്നെ അതിന്റെ കൂടെ എക്സ്ട്രാ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി എ പി ബി നിങ്ങളുടെ കയ്യിൽ ഒരു പിക്ചർ വേണം. അതെ അതെ, ABCD മാറ്റും. ABCD മാറ്റി അതിനനുസരിച്ച് ഇക്വേഷൻ മാറ്റാൻ അറിയണം. നമ്മൾ മക്കളോടൊക്കെ എപ്പോഴും പറയണതാണ്. ഞാൻ ചെയ്യൂല, അതുകൊണ്ട് മാർക്ക് കിട്ടൂല, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മക്കളെ ചെയ്ത് പഠിച്ചിട്ട് പൊക്കോളൂ. തീർച്ചയായും. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വരക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദ ഡ്രോ. ഈ വരക്കാനുള്ള ക്വസ്റ്റ്യൻ നാളെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രയാങ്കിളിനുള്ളിൽ സർക്കിൾ ടച്ച് ചെയ്യുന്ന വീഡിയോ, സർക്കിൾ വരച്ചിട്ട് ട്രയാങ്കിൾ ആണ് വരക്കേണ്ടി വരും. ഓക്കെ, ദെൻ വീണ്ടും വരയ്ക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ SSLC ക്രിസ്മസ് എക്സാം 2000 കാണാൻ പോകുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ, അന്തർവൃത്തം വരയ്ക്കുക. അന്തർധാര സജീവമാണ്. ഇൻ സർക്കിൾ എന്ന് പറയും, അണ്ടർ സർക്കിൾ അല്ല. അണ്ടർവെയർ SSLC എക്സാം അതല്ലേ മിഞ്ഞാ വീഡിയോ ഇപ്പൊ ക്യാമറ ചേട്ടാ സാറൊന്ന് വിളിക്കോ ഇന്ന് വിളിക്കാതെ ചോദിക്കാം, ക്യാമറ ചേട്ടൻ ഒന്ന് വിളിക്കാൻ പറയും. ദെൻ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, R = A/S വെച്ചിട്ട് എന്താണ് റേഡിയസ് ഓഫ് സർക്കിൾ കാണുന്ന റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരയ്ക്കണേ, അതിനാണ് ഇൻസർക്കിൾ എന്ന് പറയാം. നമ്മൾ അന്തർവൃത്തം പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ആരം ഉണ്ടാവുമല്ലോ, ആ ആരം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് എന്ത്, R = A/S എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇതിൽ A എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഏരിയ ആണ്. അരിത്തമാറ്റിക് സീക്വൻസ് പുറത്തു കൊടുക്കല്ല, ഏന്ന് പറഞ്ഞാൽ ഏരിയ വിളിച്ചാ പരപ്പളമാണ്. എസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവിന്റെ പകുതിയാണ്, സെമി പെരിമീറ്റർ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ എന്താണ് പെരിമീറ്റർ കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക, വേറെ ക്വസ്റ്റ്യൻ തന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഉണ്ടാവും. അപ്പൊ SSLC ക്രിസ്മസ് എക്സാം 2024 നാളെ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ആയിരിക്കും. ഇനി നമ്മൾ സോളിഡ്സിലേക്ക് അടക്കുകയാണ്. സോളിഡ്സിൽ 2 മാർക്കിന് മക്കളെ ചോദിക്കുകയാണെങ്കിൽ അത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 മാർക്ക് ഉണ്ടാവുന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 5, 6, 7, 8 ഈ 4 ചാപ്റ്ററിനായിരിക്കും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. ഇനി ചോദിച്ചില്ലെങ്കിൽ വേറെ ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SSLC എക്സാം, SSLC ക്രിസ്മസ് എക്സാം മാത്തമാറ്റിക്സ് ക്രിസ്മസ് എക്സാം 2024 ഈ ചോദ്യം ചോദിച്ചിരിക്കും. ഈ ചോദ്യത്തിന് പ്രത്യേകത ഉണ്ട്. ഇതൊന്നെങ്കിൽ ഇങ്ങനെ ബേസ് എഡ്ജ് 10, ലാറ്ററൽ എഡ്ജ് 13 ഒക്കെ പറഞ്ഞെടുത്ത് തരും. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ പിക്ചർ വരച്ചിട്ടുണ്ടാവും. അപ്പൊ 13 കണ്ടാൽ മനസ്സിലാവുന്നത് ബേസ് എഡ്ജ് 10 ആണ്, ലാറ്ററൽ എഡ്ജ് 13 ആണ്. അപ്പൊ പിക്ചർ വരച്ചാണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ട് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടോ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഇതെന്താണ് റിപ്പീറ്റഡ് ആണ്, 4-5 വർഷമായിട്ട് ഒരേപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോണിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നാളത്തെ എക്സാമിന് ഷുവർ ആയിട്ട് നിങ്ങൾ പറഞ്ഞു. സോളിഡ്സിന്റെ ഭാഗത്ത് നിന്ന് കോണിന്റെ ഭാഗത്ത് നിന്ന് സാർ, തീർച്ചയായിട്ടും കോണിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ, അതായത് നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോണ, അതിൽ റേഡിയസ് കാണുന്നില്ലേ കാര്യം, അതൊക്കെ തന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും ശരി, SSLC ക്രിസ്മസ് എക്സാം 2024 ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരിക്കും. ഉത്തരം കഴിഞ്ഞോ? ഇപ്പൊ ഒരു വൃത്തിയല്ലേ, ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇത് മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കണ്ടോ, മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് എന്താ അറിയോ? പിന്നെ ഉരുക്കി ദ്രവിപ്പിക്കാം, ഉരുക്കിയാണ്ട് വേറെ ഉണ്ടാക്കുക. ഒരിക്കലാണ്ട് വേറെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഇത് കോണാണ്, ഇത് സ്ഫിയർ. അപ്പൊ ഇത് ഒരിക്കലാണ്ട് ഇങ്ങനത്തെ എത്ര ഉണ്ടാക്കാം? ഇത് സിലിണ്ടർ ആണ്, ഇത് സ്ഫിയർ. ഇങ്ങനത്തെ എത്ര ഉണ്ടാക്കാം? ഇത് ഒരിക്കലാണ്ട് ഇത് ഉണ്ടാക്കി എത്ര ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താണ്? അത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഉറപ്പാണ്. SSLC ക്രിസ്മസ് എക്സാം 2024 നാളത്തെ മാത്രം മെൽറ്റിംഗ് പോയിന്റ് വിടല്ല. ഈ ഒരു കോണ് ഉരുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവില്ല. അത് കെമിസ്ട്രി പറഞ്ഞാൽ മതി. നമുക്കിവിടെ എത്ര എണ്ണം കിട്ടുന്നുള്ള കാര്യമുള്ളൂ. അപ്പൊ ഇതെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വോളിയം ബൈ ഇതിന്റെ വോളിയം ചെയ്യുമ്പോഴാണ് എത്ര എണ്ണം ഇങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള എണ്ണം കിട്ടാം. വോളിയം അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകാം.
ഇതിന്റെ വോളിയം ഇതിന്റെ വോളിയം നമ്മൾ കട്ട് ചെയ്ത് രണ്ടും വേറെ വേറെ സെയിം ആണെങ്കിൽ അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വെറുതെ കട്ട് ചെയ്താൽ കോണിന്റെ വോളിയം എത്ര? കോണിന്റെ വോളിയം എന്ന് പറയുമ്പോൾ πr²h/3 ആണ് ഇക്വേഷൻ. πr²h/3. അതുപോലെ സ്ഫിയറിന്റെ വോളിയം ആണെങ്കിൽ 4/3 πr³ എന്നുള്ളതാണ്. 4/3 സിലിണ്ടറിന്റെ വോളിയം ആണെങ്കിൽ πr²h എന്നാ പറയാ സിലിണ്ടറിന്റെ വോളിയം. തിരിക്കണ്ട പഠിക്കുക വെക്കാനും. അവസാനമായിട്ട് കഴിഞ്ഞില്ലേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് മിക്സ്ഡ് ഫിഗർ. ഇത് അടിയിലെ ഹെമിസ്ഫിയറാ, ഇവിടെ കോണ്. ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് ഊഞ്ഞാലല്ല ടോയ് എന്നാ പറയണത്. കളിപ്പാട്ടാണ്. അങ്ങനെ ഉരുട്ടിങ്ങനെ വിടൂലേ ഊഞ്ഞാലോ? തൂക്കിയിട്ടാലേ. അപ്പൊ പല കോലത്തിലും ഊഞ്ഞാലുണ്ടായതുകൊണ്ട് പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതില് മിക്സ്ഡ് ഫിഗേഴ്സ് കുറെ ടൈപ്പ് വരാറുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു സിലിണ്ടറിന്റെ താഴെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഉണ്ടാവാറുണ്ട്. അതേപോലെ എന്താണ് ഇങ്ങനെ ഒരു സിലിണ്ടർ ഇവിടെ, ഇതിന്റെ താഴെ സ്ഫിയർ ഇവിടെ, ഇങ്ങനെ ഒരു കോണൊക്കെ വെച്ചാലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിലൊരു മിക്സ്ഡ് ഫിഗർ നാളത്തെ എക്സാമിന് എന്താണ് കൂടുതൽ SSLC 2024 എക്സ്മസ് എക്സാമിൽ നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രിഡിക്ഷന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 60 മാർക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ 60ന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് ഉപയോഗിച്ചിട്ട് മാക്സിമം ഓർ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾ ടൈം സേവ് ചെയ്തിട്ട് കൺസ്യൂം ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക. വേറൊന്നും നിങ്ങൾ നോക്കണ്ട, തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. മോർണിംഗ് ഹോളിക്സ് റിഷ്യനിലേക്ക് നേരെ വന്നോളാം. അത് കഴിഞ്ഞിട്ട് നേരെ ഫഹദ് സാറിന്റെ ഇംഗ്ലീഷ് ലൈവിലേക്ക് വന്നോളാം. ഓക്കെ, ഈ 2 ലൈവിന്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ബട്ടൺ അടിച്ച് നോട്ടിഫൈ എനേബിൾ ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോകാവും. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്തൊരു സന്തോഷ വാർത്ത കിട്ടും. യെസ്, അല്ല നിങ്ങൾക്ക് പോണുമ്പോ ഒരു സന്തോഷ വാർത്ത, പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സന്തോഷ വാർത്ത കിട്ടും. പരീക്ഷയുമായി ബന്ധപ്പെട്ടതല്ലാത്ത സന്തോഷ വാർത്ത കിട്ടും. കെമിസ്ട്രിന്റെ തലേന്ന് കുറേ സന്തോഷ വാർത്ത വരാനുണ്ട്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ടോ? ഈ എന്താ ഒരു സാർ നമ്മള് പറയുന്നത് അതുപോലെ ഫലിക്കാറുണ്ട്. എനിക്ക് എന്റെ കാര്യത്തിന് വേണ്ടി പറഞ്ഞാൽ നടക്കാറില്ല. പക്ഷെ അങ്ങനെ പറയാണ്, ഇനി ജയിക്കാൻ മതി കേട്ടോ എന്ന് പറയുമ്പോ ഉണ്ടാവും. എന്തായാലും A+ കിട്ടും, എനിക്ക് ഫുൾ A+ കിട്ടും. പ്രതീക്ഷ സ്വയം കിട്ടൂല, പക്ഷെ മറ്റൊരാൾക്ക് ഈ നാവുകൊണ്ട് ഉപകാരം ഉണ്ടെന്നാ കേട്ടു. ഒരാൾ എന്നോട് കൈ നോക്കി പറഞ്ഞതാ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് MS പ്രൊഡിക്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ പറഞ്ഞുതരാം, കൊറേ ഉണ്ട് പറയാൻ. അപ്പൊ എന്തായാലും പ്രൊഡിക്ട് ചെയ്യാനുണ്ട് കൊറേ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഹോർലിക്സ് 4 മണിക്കാണ് ഹോർലിക്സിന്റെ ലൈവ് ഉള്ളത്. തീർച്ചയായിട്ടും അതിലേക്ക് കടന്നു വരിക. നിങ്ങൾ എണീക്കുമ്പോൾ മിക്കവാറും പ്രൊഡിക്ഷനും ഹോർലിക്സ് ഒക്കെ ഒരുമിച്ചായിരിക്കും കാണുന്നുണ്ടാവുക. അതുകൊണ്ട് എന്തായാലും വാട്സപ്പ് ചാനലിൽ നോട്ട് കിട്ടുമ്പോൾ മാറിപ്പോണ്ട കേട്ടോ. വില ഉറക്കത്താളുണ്ടാവും. എക്സാമ്പിൾ പോയല്ലോ മാറിപ്പോയി എന്തായാലും ഇവര് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഈ പ്രൊഡിക്ഷന്റെ നേരടിയിൽ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം, വന്നോ വന്നില്ലേ. ഓക്കെ, +1 നിങ്ങൾ ആലോചിക്കേണ്ടത് ഇംഗ്ലീഷൊക്കെ നമ്മൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻസ് അതുപോലെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നു. ഇന്ന് കെമിസ്ട്രിക്ക് എത്രയാണ് ടോട്ടൽ കൺകറന്റ്? 18,000 കൺകറന്റ് വ്യൂസ് വരെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത് +1ന്റെ ക്രിസ്മസ്. സോ നമ്മളെ +1ന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മറക്കണ്ട, ഹോളിക്സ് റിഷ്യനിൽ കാണാം അല്ലേ സാർ? ഇറ്റ്സ് മീ MS Solutions and it's me Zainul Abidin from MS Solutions. ഇനി എന്തിനും ബൈ.